വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, പ്രബോധനങ്ങൾ, രേഖകൾ എന്നിവയിൽ പ്രകാശിതമാകുന്ന ആശയങ്ങളാണ് നിങ്ങളുമായി ഞാൻ ഈ പ്രോഗ്രാമിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ പ്രത്യേകമായി പരിശുദ്ധ പിതാവ് നമ്മുടെ നാട്ടിലെ സീറോ മലബാർ സഭയുടെ അധിപനായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിന്, അദ്ദേഹം മാർപ്പാപ്പയെ ആദ്യമായി ചെന്ന് കണ്ട അവസരത്തിൽ, അദ്ദേഹം മാത്രമല്ല സ്ഥിരം സിനഡ് അംഗങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അതിന് പുറമെ റോമിലെ വൈദികര്, സീറോ മലബാർ സഭയിൽപ്പെട്ട വൈദികരുണ്ടായിരുന്നു, വിശ്വാസികളുടെ പ്രതിനിധികളും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അവരോട് പറഞ്ഞ പ്രസംഗമാണ് ഞാനിന്ന് നിങ്ങളുടെ വിചിന്തനത്തിനായി, അറിവിനായി അവതരിപ്പിക്കുന്നത്. പിതാവ് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. ആദരണീയ മേജർ ആർച്ച് ബിഷപ്പ്, വന്യ പിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ എന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത ആളുകളോട് പറഞ്ഞു. പിതാവ് അതീവ സന്തോഷത്തോടെയാണ് മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുത്തതിന് ശേഷം ആദ്യം മാർപ്പാപ്പയെ കാണാൻ ചെന്ന അവരെ സ്വീകരിച്ചത്. അവരെ സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട് എന്ന കാര്യം പറഞ്ഞു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പ്രിയ സഭയുടെ, സിറോ മലബാർ സഭയുടെ വിശ്വാസികൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകമാനം വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും തീക്ഷ്ണതയാൽ അറിയപ്പെടുന്നവരാണ്. നമ്മുടെ സഭയുടെ ഒരു വലിയ പ്രത്യേകതയായിരുന്നു ഇത്. എല്ലായ്പ്പോഴും പുകഴ്ത്തി പറയുന്ന കാര്യമാണ്. മാർപ്പാപ്പ ഈ പ്രസംഗത്തിൽ സീറോ മലബാർ സഭയെപ്പറ്റി പറയാവുന്ന നല്ല കാര്യങ്ങൾ, അതിൻ്റെ പാരമ്പര്യം, നമ്മുടെ ഈ നാട്ടിൽ ക്രിസ്തീയ സമൂഹത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് വളരെ അഭിമാനത്തോടെയും അനുമോദനത്തോടെയുമാണ് സംസാരിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ തോമാസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വ സാക്ഷ്യത്തിൽ വേരൂന്നിയിരിക്കുന്ന അതിപുരാതനമായ ഒരു വിശ്വാസമാണ് ഈ നാട്ടിലുള്ളത് എന്ന് മാർപ്പാപ്പ ഓർമ്മിക്കുകയാണ്. നിങ്ങളെല്ലാവരും തോമാസ് ശ്ലീഹായുടെ അപ്പസ്തോലിക പ്രബോധനങ്ങളുടെ സൂക്ഷിപ്പുകാരാണ്, അവകാശികളാണ് എന്നും മാർപ്പാപ്പ എടുത്തു പറഞ്ഞു. നിങ്ങളുടെ ദീർഘവും ദുഷ്കരവുമായ ചരിത്രത്തിൽ വിശ്വാസ കൂട്ടായ്മയിലെ ചില അംഗങ്ങൾ, മാർപ്പാപ്പ ഉദ്ദേശിക്കുന്നത് വിദേശത്ത് നിന്ന് ഈ നാട്ടിൽ 16-ാം നൂറ്റാണ്ട് 15 മുതൽ വന്ന ആളുകളുടെ കാര്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്, പേരുകളൊന്നും എടുത്തു പറഞ്ഞില്ലെങ്കിലും വിശ്വാസ കൂട്ടായ്മയിലെ ചില അംഗങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുന്ന നിങ്ങളുടെ സഭയുടെ പ്രത്യേക സ്വഭാവം മനസ്സിലാക്കാതെ, ലാറ്റിൻ സഭയിൽ നിന്ന് വന്നവരായതുകൊണ്ട് അവർക്ക് ഇവിടുത്തെ ഈ പാരമ്പര്യവും ഭാഷയും സംസ്കൃതിയും ഒക്കെ മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ട് വന്നു. നിങ്ങൾക്കെതിരെ നിർഭാഗ്യകരമായ പ്രവർത്തികൾ ചെയ്യുന്നതുൾപ്പെടെയുള്ള നിരവധി വെല്ലുവിളികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു എന്ന് മാർപ്പാപ്പ ഈ ആമുഖമായി റാഫേൽ പിതാവിനോടും മറ്റുള്ളവരോടും പറഞ്ഞ് നമ്മുടെ സഭയോടും പറയുന്ന കാര്യമാണിത്. അതിന് ഇങ്ങനെയൊക്കെ ആണെങ്കിലും മാർപ്പാപ്പ വളരെ സന്തോഷത്തോടെ ഓർക്കുന്ന കാര്യം, നിങ്ങൾ പത്രോസിൻ്റെ പിൻഗാമിയോട് എന്നും അചഞ്ചലമായ കൂറ് പുലർത്തിയിട്ടുണ്ട് എന്നതാണ്. നമുക്കറിയാം 16-ാം നൂറ്റാണ്ടിൽ 17-ാം നൂറ്റാണ്ടിൽ വലിയ വിഭജനം ഭാരതത്തിലെ സഭയിലുണ്ടായി. പുത്തൻകുറ്റുകാരെന്ന വിഭാഗം ഉണ്ടാകുന്നു, ഓർത്തഡോക്സ് യാക്കോബയ വിഭാഗം വേർപെട്ടു പോകുന്ന സാഹചര്യം വന്നു. അപ്പോഴും പിടിച്ചു നിന്നത് സീറോ മലബാർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. മാർപ്പാപ്പയോട് എപ്പോഴും അചഞ്ചലമായ അനുസരണം പ്രകടമാക്കിയെന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങളെ സ്വീകരിക്കാൻ, നിങ്ങളെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ സഹായിക്കാൻ, മഹത്വപൂർണമായ പാരമ്പര്യത്തിൽ നിങ്ങളെ സ്ഥിരീകരിക്കാൻ വലിയ സന്തോഷമുണ്ട് എന്നാണ് മാർപ്പാപ്പ ആമുഖത്തിൽ പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. അനുസരണ നിങ്ങൾ മാർപ്പാപ്പയോട് നൽകിയിട്ടുള്ളതിനുള്ളൊരു നന്ദിയാണ്.
അവിടെ എടുത്തു പറഞ്ഞ ഒരു കാര്യം വളരെ മനോഹരമാണ്. അനുസരണയുള്ളിടത്ത് സഭയുണ്ട്, അനുസരണക്കേടുള്ളിടത്ത് ശീഷ്മയാണ് ഉണ്ടാകുന്നത്. മാർപ്പാപ്പയിൽ നിന്ന് അധികാരത്തിൽ നിന്ന് വേർപെട്ടു പോവുകയാണ്. വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ അനുസരണയുള്ളവരാണ്, അനുസരണം നിങ്ങളുടെ വലിയ ഗുണങ്ങളിലൊന്നാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് സഹനം കൂടാതെ ഉണ്ടായതല്ല എന്നും എനിക്കറിയാം. അത് സഹനത്തോടെ നിങ്ങൾ അനുസരണ ചെയ്തവരാണ്, മാർപ്പാപ്പയോട് വിധേയം പുലർത്തിയവരാണ്, അത് തുടർന്നു കൊണ്ടുപോവുക എന്ന കാര്യമാണ് ആദ്യമായി പറഞ്ഞത്. പിന്നെ നമ്മുടെ ചരിത്രത്തെ പറ്റിയുള്ള മതിപ്പാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അനന്യവും അമൂല്യവുമാണ് നിങ്ങളുടെ ചരിത്രം. അത് ദൈവത്തിൻ്റെ എല്ലാ വിശുദ്ധ ജനതകളുടെയും ഒരു പ്രത്യേക പൈതൃകമാണ് എന്നും മാർപ്പാപ്പ പറയുകയാണ്. പൗരസ്ത്യ പാരമ്പര്യങ്ങൾ, സീറോ മലബാർ സഭ പൗരസ്ത്യ പാരമ്പര്യത്തിൽപ്പെട്ടതാണല്ലോ. ഈ പാരമ്പര്യങ്ങൾ സഭയുടെ ജീവിതത്തിലെ മാറ്റി നിർത്താനാവാത്ത നിധികളാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ ഞാൻ ഈ അവസരം എടുക്കുന്നു. നമുക്കറിയാം, സഭയെപ്പറ്റി പഠിപ്പിക്കുമ്പോൾ ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. വ്യത്യസ്തമായ പാരമ്പര്യങ്ങളെ നിലനിർത്താൻ കത്തോലിക്കാ സഭ പ്രതിജ്ഞാബദ്ധമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ചുവട് പിടിച്ചാണ് മാർപ്പാപ്പ ഇവിടെയും പറയുന്നത്, പൗരസ്ത്യ പാരമ്പര്യങ്ങൾ സഭയുടെ ജീവിതത്തിലെ മാറ്റി നിർത്താനാവാത്ത നിധികളാണ്. കഴിഞ്ഞ കാലവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന കണ്ണികൾ മുറിച്ചു കളയുകയും എന്താണ് ഉപകാരപ്രദവും അടിയന്തരവും എന്ന് മാത്രം കണക്കാക്കി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന നമ്മുടേതുപോലുള്ള ഒരു കാലഘട്ടത്തിൽ ഇത് സവിശേഷമായി അനുസ്മരിക്കുന്നത് ആവശ്യമാണ് എന്നും മാർപ്പാപ്പ പറയുകയാണ്. ഇന്നത്തെ കാലം ചരിത്രം അധികം മാനിക്കാതെ മാറ്റങ്ങൾ വരുത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് മാർപ്പാപ്പ പറയുകയാണ് ആധുനിക കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് മതപരമായ അത് എല്ലാ സ്ഥലങ്ങളിലും അതുണ്ട്, പാരമ്പര്യത്തെ അവഗണിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ. നിർഭാഗ്യവശാൽ മതപരമായ സമീപനങ്ങളിലും ഈ മനോഭാവമുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. പൗരസ്ത്യ ക്രൈസ്തവർ നമ്മെ ആത്മീയതയുടെ പ്രാചീനവും നിത്യനൂതനവുമായ സ്രോതസ്സുകളിൽ നിന്ന് നുകരാൻ അനുവദിക്കുന്നു. ഇതാണ് പൗരസ്ത്യ പാരമ്പര്യത്തിൻ്റെ ഒരു വലിയ നേട്ടം, മേന്മ. അത് പ്രാചീനമാണ്, നിത്യനൂതനമാണ്, ആത്മീയതയാണ്, അതിൻ്റെ സ്രോതസ്സുകളെ നുകരാൻ സഹായിക്കുന്നു. അത് സഭയ്ക്ക് ആകമാനം വലിയ സമ്പത്താണ് എന്ന കാര്യം മാർപ്പാപ്പ എടുത്തു പറയുകയാണ്. അത് നഷ്ടപ്പെടുത്താൻ പാടുള്ളതല്ല എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. സഭയ്ക്ക് ചലനാത്മകത പകരുന്ന പുത്തൻ ഉറവകളായി അതാണ് മാറുന്നത്. പഴമയിൽ നിന്നാണ്, അതിൻ്റെ യഥാർത്ഥ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് വലിയ നവീകരണങ്ങൾ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് മാർപ്പാപ്പ പറയുന്നു, റോമിലെ മെത്രാൻ എന്ന നിലയിൽ സീറോ മലബാർ കത്തോലിക്കാ സഭാംഗങ്ങളായ നിങ്ങളെ ആരാധനപരവും ആത്മീയവും സാംസ്കാരികവുമായ നിങ്ങളുടെ മഹത്തായ പൈതൃകം ഏറെ തിളക്കത്തോടെ പ്രകാശിതമാകുന്നതിന് വേണ്ടി അത് നിങ്ങൾ എവിടെയായാലും നിങ്ങളുടെ സ്വയം ഭരണാവകാശമുള്ള സഭയോട് ചേർന്ന് നിൽക്കാൻ നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അതാണ് മാർപ്പാപ്പ പറഞ്ഞത്. നമുക്കറിയാം, സീറോ മലബാർ സഭ കത്തോലിക്കാ സഭയിലെ 24 സഭകളിൽ ഒന്നാണ്. പൗരസ്ത്യ സഭകളിൽ ഏറ്റവും ശക്തമായ ഒന്നാണ് സീറോ മലബാർ സഭ. അപ്പോൾ അത് സ്വയം ഭരണ അവകാശമുള്ള ഒരു സഭയാണ്. അത് നമുക്ക് മാർപ്പാപ്പയൊക്കെ നൽകിയതാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ സഭ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് ചേർന്ന് നിൽക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. മധ്യപൂർവ്വ ദേശത്തുള്ള നിങ്ങളുടെ എല്ലാ കുടിയേറ്റക്കാരുടെ മേലും ഭരണാധികാരം ലഭിക്കുന്നതിനായി ചോദിക്കാൻ മേജർ ആർച്ച് ബിഷപ്പിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, 6 ലക്ഷത്തിലധികം സീറോ മലബാർ അംഗങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. ആ കാര്യമാണ്. അവരിപ്പോഴും ലാറ്റിൻ മെത്രാന്മാർക്ക് കീഴിലാണ് അവിടെ നിൽക്കുന്നത്. ഇവരെയും സ്വയംഭരണാവകാശത്തിലേക്ക് കൊണ്ടുവരാൻ, ഈ ബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ മാർപ്പാപ്പ ആഗ്രഹിക്കുന്നു. നമ്മൾ നിത്യമായി അവിടെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അവ ഒരു ലിഖിത രൂപത്തിൽ തരാൻ മാർപ്പാപ്പ റാഫേൽ പിതാവിനോട് പറയുകയാണ്. തരിക, അത് അനുവദിക്കുന്നു. ഞാൻ രേഖ വരുന്നതിന് മുമ്പേ ഞാൻ ഇതാ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വലിയ സന്തോഷത്തിൻ്റെ വാർത്തയാണ്
മാർപ്പാപ്പ ഈ പ്രസംഗത്തിൽ അതുവഴി സൂചിപ്പിച്ചത് എന്നത് പറയാൻ സാധിക്കും. പിന്നെ പറഞ്ഞു, ഈ സ്വയംഭരണാവകാശം എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ നമുക്കറിയാം. ആരാധനക്രമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെയധികം ചർച്ചകൾ നമുക്ക് പ്രതിലോമപരമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അത് സാഹചര്യം വലിയ ശ്രദ്ധയോടെ വിലയിരുത്തണമെന്ന് മാർപ്പാപ്പ മേജർ ആർച്ച് ബിഷപ്പിനോടും മെത്രാന്മാരോടും വിശ്വാസികളോടും പറയുകയാണ്. മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും സിനഡിൻ്റെയും നിർദ്ദേശത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ഉത്തരവാദിത്വത്തോടും സുവിശേഷ ധീരതയോടും കൂടി, അത് മാർപ്പാപ്പ എപ്പോഴും പറയുന്ന വാക്കാണ്, സുവിശേഷത്തിൻ്റെ മൂല്യം ജീവിക്കാനുള്ള ധൈര്യം, ധീരതയോടും കൂടി അവയെ നേരിടുന്നതിന് വേണ്ട ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതിനും നിങ്ങൾക്ക് അധികാരമുണ്ടല്ലോ, അതനുസരിച്ച് ചെയ്യാനാണ് മാർപ്പാപ്പ ഇവരോട് മേജർ ആർച്ച് ബിഷപ്പിനോട് സംസാരിച്ചത്. പത്രോസിനെ കൂടാതെ സഭയില്ല, അതുപോലെ മേജർ ആർച്ച് ബിഷപ്പിനെയും കൂടാതെ സഭയില്ല എന്ന ആ ശ്രേണി കാര്യവും കൂടി മാർപ്പാപ്പ ഇവിടെ ഓർമ്മിപ്പിച്ചു. ആദരണീയ മേജർ ആർച്ച് ബിഷപ്പ് കൂട്ടായ്മ പരിപാലിക്കുന്നതിന് നിശ്ചയദാർഢ്യത്തോടെ നമുക്ക് പ്രവർത്തിക്കുകയും കാർക്കശ്യത്തിലേക്കും ഭിന്നിപ്പിലേക്കും നയിക്കുന്ന ലൗകികതയാൽ പ്രലോഭിപ്പിക്കപ്പെടുന്ന നമ്മുടെ സഹോദരീ സഹോദരന്മാർ തങ്ങളെ സ്നേഹിക്കുകയും തങ്ങൾക്കായി കാത്തിരിക്കുകയും ചെയ്യുന്ന വലിയ കുടുംബത്തിൻ്റെ ഭാഗമാണ് തങ്ങളെന്ന് തിരിച്ചറിയുന്നതിനായി അക്ഷീണം നമുക്ക് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതാണ്, കൂട്ടായ്മ അത് നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ശ്രമിക്കണം. ഒരിക്കൽ അനുതപിക്കുമ്പോൾ അവർക്ക് തിരികെ പ്രവേശിക്കുന്നതിനും ഒരു തടസ്സവും ഉണ്ടാകാതിരിക്കാൻ ധൂർത്തപുത്രൻ്റെ ഉപമയിലെ പിതാവിനെ പോലെ നമുക്ക് വാതിലുകളെല്ലാം തുറന്നിടാമെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. മാർപ്പാപ്പയുടെ ഒരു പ്രോഗ്രാം, അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം വ്യക്തമാക്കുന്ന തൻ്റെ ആദ്യത്തെ ലേഖനം സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്ന ലേഖനം 46-ാം നമ്പറിലും മാർപ്പാപ്പ അന്ന് വിഭാവനം ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ള ഇത് തന്നെയാണ്, കൂട്ടായ്മയാണ്. കൂട്ടായ്മയില്ലാതെ സഭയില്ല. അതിലേക്ക് പോകണം. വിഭജനം പിശാചിൻ്റെ പ്രവർത്തനമാണ്. പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിനെ നേരെയാക്കാനുള്ള ശ്രമമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. തുറവാണ് ഉണ്ടാകേണ്ടത്. വാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന അവസ്ഥയാണ് പ്രധാനമെന്ന് പറയുകയാണ്. നമ്മുടെ ഹൃദയങ്ങളും തുറക്കാം. നാം അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഭയം കൂടാതെ നമുക്ക് ഒരുമിച്ച് വരികയും ചർച്ച ചെയ്യുകയും ചെയ്യാം. അത് നല്ലതാണ്. എന്നാൽ എല്ലാറ്റിനും ഉപരി ഭിന്നതകളെ അനുരഞ്ജിപ്പിക്കുകയും സംഘർഷങ്ങളെ ഐക്യത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം എന്നും മാർപ്പാപ്പ പറയുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, മാർപ്പാപ്പ പറയുന്നു, അഹങ്കാരവും പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളും അസൂയയും കർത്താവിൽ നിന്നുള്ളതല്ല. അത് ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അവ ഒരിക്കലും യോജിപ്പിലേക്കും സമാധാനത്തിലേക്കും നയിക്കുകയില്ല. നമുക്കിടയിലെ അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ പരമോന്നത രൂപമായ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കുദാശയായ പരിശുദ്ധ കുർബാനയോട് അതിൻ്റെ അർപ്പണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളെക്കുറിച്ചുള്ള തർക്കം മൂലം കാണിക്കുന്ന കടുത്ത അനാദരം ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമായ പ്രവൃത്തിയാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അവിടം വരെ നമുക്ക് എത്തി നിന്നത് എന്തൊരു ശോചനീയമാണ്. നമ്മെ വഴി നയിക്കേണ്ട മാനദണ്ഡം പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന യഥാർത്ഥ ആത്മീയതയുടെ മാനദണ്ഡമായ കൂട്ടായ്മയാണ്. ഇതാണ് ഈ സന്ദേശത്തിൻ്റെ കാതൽ. അതാണ് മാർപ്പാപ്പ എല്ലാവരോടും പറയുന്നത്. ഇത് ഐക്യത്തിനായുള്ള നമ്മുടെ സമർപ്പണത്തെയും നമുക്ക് ലഭിച്ച ദാനങ്ങളോടുള്ള വിശ്വസ്തവും വിനയാന്വിതവും ആദരപൂർവകമായ സമീപനത്തെയും കുറിച്ച് ആത്മപരിശോധന നടത്താൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അപ്പം ചെയ്യേണ്ടത് അതാണ്. ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധികളുടെയും സമയങ്ങളിൽ നിരുത്സാഹമോ നിസ്സഹായതാബോധമോ നിങ്ങളെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുത് എന്ന് എല്ലാവരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാർപ്പാപ്പ പറയുകയാണ്, സഹോദരീ സഹോദരന്മാരെ, നമുക്ക് പ്രത്യാശ കെടുത്താതെയും കൈവിടാതെയും ക്ഷമ കാണിക്കുന്നതിൽ തളർന്നു പോകാതെയും
വിദ്വേഷം ഊട്ടി വളർത്തുന്ന മുൻവിധികളാൽ അടച്ചുപൂട്ടപ്പെടാതെയും ഇരിക്കാം. അതാണ് മാർപ്പാപ്പ പറയുന്നത്. പിന്നെയോ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വിശാലമായ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അവിശ്വാസികൾക്ക് ഇടർച്ചയുണ്ടാകാതെ ലോകത്തിൽ അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ അടയാളമാകുന്നതിനുള്ള നമ്മുടെ വിളിയെക്കുറിച്ച് ചിന്തിക്കാം എന്ന് മാർപ്പാപ്പ പറയുകയാണ്. നമ്മോട് സീറോ മലബാർ സഭയോട് പറയുന്ന, ഇന്നത്തെ പശ്ചാത്തലത്തിൽ മാർപ്പാപ്പ പറയുന്ന വലിയ വാക്കുകളാണിത്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇന്ത്യയിലും പുറത്തുമുള്ള പരിത്യക്തരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അസ്തിത്വ പ്രതിസന്ധി നേരിടുന്നവരെയും അവരെക്കുറിച്ചെല്ലാം നമുക്ക് ചിന്തിക്കാൻ കഴിയണമെന്നും മാർപ്പാപ്പ പറയുകയാണ്. ആ ഒരു ചിന്തയില്ലാതെ ഒരു ക്രൈസ്തവനായിരിക്കാൻ സാധിക്കില്ല. പ്രത്യാശയുടെയും സ്വാന്തനത്തിൻ്റെയും അടയാളങ്ങൾക്കായി കാത്തിരിക്കുന്ന വേദന അനുഭവിക്കുന്നവരെ നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. പല സ്ഥലത്തും ക്രൈസ്തവരുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടിലാണെന്ന് എനിക്ക് അറിയാം, മാർപ്പാപ്പ പറയുകയാണ്. എന്നാൽ ക്രൈസ്തവരായ നാം തിന്മയോടെ പ്രതികരിക്കുന്നത് നന്മ കൊണ്ടാണ് എന്നതും, എല്ലാ വിശ്വാസികൾക്കുമൊപ്പം നാം മാനവകുലത്തിൻ്റെ നന്മയ്ക്കായി അക്ഷീണം പ്രയത്നിക്കുന്നു എന്നതുമാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള വ്യത്യാസം. ഈ വ്യത്യസ്തത നമ്മൾ എല്ലായിടത്തും പുലർത്തുന്നവരാകണം. കുടുംബ രൂപീകരണം, മതബോധന എന്നീ മേഖലകളിൽ നിങ്ങളുടെ സഭ പുലർത്തുന്ന പ്രതിബദ്ധതയ്ക്ക് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം യുവജനങ്ങളെയും ദൈവവിളികളെയും ലക്ഷ്യമാക്കിയുള്ള നിങ്ങളുടെ അജപാലന പ്രവർത്തനങ്ങളെ ഞാൻ പ്രത്യേകം പിന്തുണയ്ക്കുന്നു. നമുക്കറിയാം, നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ കാര്യങ്ങളാണിത് മാർപ്പാപ്പ പറയുന്നത്. കുടുംബ നവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ ചെയ്യുന്നത് പോലെ ലോകത്ത് എങ്ങും ചെയ്യുന്നില്ല. കേരളത്തിൽ നമ്മൾ കേരളത്തിലെ മറ്റ് കത്തോലിക്ക സഭകളുമായി ചേർന്ന് ലാറ്റിൻ സഭയും സീറോ മലങ്കരയും നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് കുടുംബ നവീകരണം, മതബോധനത്തിൽ ഇത്രയും ചിട്ടയായി നടക്കുന്നത് വേറെ എങ്ങുമില്ല. അത് വളരെ അഭിമാനത്തോടെ മാർപ്പാപ്പ പറഞ്ഞത് നമുക്ക് സന്തോഷകരമാണ്. പ്രതിബദ്ധത, ദൈവവിളി ഒത്തിരി ഉണ്ടായിരുന്നു. യുവജനങ്ങളുടെയും ദൈവവിളിയെയും ലക്ഷ്യമാക്കിയുള്ള അജപാലന പ്രവർത്തനങ്ങൾ ശക്തമാകേണ്ടതുണ്ട്. നമ്മളും ഇന്ന് ഒരു ലൗകികത കൂടുതൽ നമ്മളെയും ബാധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, മാർപ്പാപ്പ പറഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ എല്ലാ ദിവസവും നിങ്ങളെ സംവഹിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ പ്രോത്സാഹനം നിങ്ങളുടെ സഹോദരന്മാരിലേക്കും എത്തിക്കുക എന്ന് അവിടെ സന്നിഹിതരായിരിക്കുന്നവരോട് പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മെ സ്നേഹിക്കുകയും നമ്മെ ഒന്നാക്കുകയും ചെയ്യുന്ന അൾത്താരയ്ക്ക് ചുറ്റും, അവിടെയാണല്ലോ സഭ രൂപം കൊള്ളുന്നത്, സഭ വളരുന്നത് അൾത്താരയിൽ നിന്നാണ്. നാം ഒരു കുടുംബമായി ഐക്യത്തിലാകണമെന്ന് ആഗ്രഹിക്കുന്ന ക്രൂശിതനും ഉത്ഥാനം ചെയ്തവനുമായ ഈശോയിലേക്ക് നാം എല്ലാവരും ഒരുമിച്ച് നോക്കണം എന്ന് പാപ്പ നമ്മളോട് പറയുകയാണ്. തോമാശ്ലീഹായെ പോലെ നമുക്ക് അവിടുത്തെ മുറിവുകളിലേക്ക് നോക്കാം. ഉത്തിതൻ മുറിവുകളോടുകൂടിയാണല്ലോ പ്രത്യക്ഷപ്പെട്ടത് തോമായിക്ക്. നമ്മൾ ആ മുറിവുകൾ കണ്ടുകൊണ്ട് വേണം നമ്മുടെ നോട്ടം നടത്താൻ. വിശക്കുന്നവൻ്റെയും ദാഹിക്കുന്നവൻ്റെയും അവഗണിക്കപ്പെടുന്നവൻ്റെയും തടവറയിലും ആശുപത്രികളിലും തെരുവോരങ്ങളിലും കഴിയുന്നവരുടെയും ശരീരങ്ങളിൽ ഇന്ന് നാം കണ്ടുമുട്ടുന്നത് ക്രിസ്തുവിനെയാണ്, ക്രിസ്തുവിന് വേണ്ടിയാണ് അവരെ സഹായിക്കുന്നത് എന്ന ചിന്ത കൈവെടിയരുത് എന്ന് നമ്മോട് പാപ്പ പറയുകയാണ്. ഈ സഹോദരന്മാരെ നാം ആർദ്രതയോടെ സ്പർശിക്കുമ്പോൾ ജീവിക്കുന്ന ദൈവത്തെ നമുക്കിടയിലേക്ക് നാം സ്വാഗതം ചെയ്യുകയാണ്. ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. സഹോദരങ്ങളോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള സ്നേഹവും ഒന്നിച്ചു പോകുന്ന ഒരു വിശ്വാസത്തിൻ്റെ അവകാശികളാണ് കത്തോലിക്കർ, ക്രൈസ്തവർ. അത് മറക്കരുത്. അതിന് ഉള്ള പ്രാധാന്യം കണ്ടുപിടിക്കണം. മാർപ്പാപ്പയുടെ പ്രസംഗങ്ങളിലെല്ലാം, ഏത് പ്രസംഗങ്ങളിലും, അത് ഏത് സമൂഹത്തോട് പറയുമ്പോഴും അത് എടുത്തു കാട്ടാൻ മാർപ്പാപ്പ മറക്കാറില്ല. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ലോകത്തോടുള്ള വലിയ സന്ദേശമാണത്. അത് സീറോ മലബാർ സഭയിലെ മേജർ ആർച്ച് ബിഷപ്പിനും സ്ഥിരം സിനഡിൻ്റെ അംഗങ്ങളോടും മറ്റുള്ള വിശ്വാസികളോടും പറയുമ്പോഴും അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഗൗരവപൂർവ്വം നമ്മളത് സ്വീകരിക്കാൻ. അപ്പസ്തോലന്മാരെ സ്തബ്ധരാക്കുകയും
പ്രത്യാശയില്ലാത്ത കുറ്റബോധത്തിലേക്ക് എറിയപ്പെടാൻ കാരണവുമായിരുന്ന ഈശോയുടെ മുറിവുകളിലേക്ക് തോമാശ്ലീഹായെ പോലെ നമുക്ക് നോക്കുകയും ആ മുറിവുകളിൽ നിന്നാണ് കർത്താവ് ക്ഷമയുടെയും കരുണയുടെയും നീർച്ചാലുകൾ പ്രവഹിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യാൻ നമുക്ക് കടമയുണ്ട് എന്നും മാർപ്പാപ്പ പറയുകയാണ്. തോമാശ്ലീഹായെ അവതരിപ്പിച്ചുകൊണ്ടാണ്. അവൻ്റെ മക്കളാണല്ലോ സീറോ മലബാർ സഭ. കേരളത്തിലെ എല്ലാ സുറിയാനി ക്രിസ്ത്യാനികളും ആ ഒരു പാരമ്പര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈശോയുടെ മുറിവുകളിലേക്ക് തോമാശ്ലീഹായെ പോലെ നോക്കാൻ, ആ മുറിവുകളിൽ നിന്ന് ക്ഷമയുടെയും കരുണയുടെയും നീർച്ചാലുകൾ കർത്താവ് പ്രകടിപ്പിച്ചത് നമുക്ക് ഉൾക്കൊള്ളാനും കഴിയുക എന്നത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് മാർപ്പാപ്പ നമ്മളോട് പറയുന്നത്. ഒരു വലിയ ഹൃദയം, എല്ലായ്പ്പോഴും ഒരു വലിയ ഹൃദയം, അവയെക്കുറിച്ച് ധ്യാനിക്കുകയും തൻ്റെ സംശയങ്ങളും ഭയങ്ങളും അവിടുത്തെ മഹത്വത്തിന് മുമ്പിൽ അപ്രത്യക്ഷമായത് കാണുകയും ചെയ്തപ്പോൾ തോമാശ്ലീഹായ്ക്ക് എത്ര വലിയ വിസ്മയമായിരിക്കും ഉണ്ടായത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രത്യാശ ജനിപ്പിക്കുന്ന വിസ്മയമാണത്. പുറത്തേക്കിറങ്ങാൻ, പുതിയ അതിർത്തികൾ മറികടക്കാൻ, അങ്ങനെ വിശ്വാസത്തിൽ നിങ്ങളുടെ പിതാവാകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച വിസ്മയമാണ് കർത്താവിൽ നിന്ന് അവൻ ഉൾക്കൊണ്ടത്. എല്ലാ തടസ്സങ്ങളെയും മറികടക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ വിസ്മയം നാമും ഇന്ന് വളർത്തിയെടുക്കണം. അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കണമെന്ന് പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുകയാണ് മാർപ്പാപ്പ. പത്രോസിൻ്റെയും പൗലോസിൻ്റെയും നഗരമായ റോമിലെ മാർത്തോമായുടെ മക്കളായ റോമിലെ പ്രിയ സീറോ മലബാർ വിശ്വാസികളെ, അവിടെയുള്ള ആളുകളോടാണ് മാർപ്പാപ്പ പറയും, നിങ്ങൾക്കൊരു പ്രത്യേക ദൗത്യം നിറവേറ്റാനുണ്ട്. ഉപവിയുടെ സാർവത്രിക കൂട്ടായ്മയിൽ അധ്യക്ഷം വഹിക്കുന്ന ഈ സഭയിൽ നിന്ന് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലും ലോകം മുഴുവനിലും നിങ്ങളുടെ സഭയിലെ ഐക്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനും പ്രത്യേക വിധത്തിൽ സഹകരിക്കാനും വേണ്ടി നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. റോമിലെ ആളുകൾ, അവിടെ പ്രതിനിധികളായുള്ള ആളുകളോടാണ് പറഞ്ഞത്. റോമാക്കാരായ സീറോ മലബാർ അംഗങ്ങളോടുമാണ് പറയുന്നത്, അല്ലെ ഇറ്റലിയിലുള്ളവരോടാണ് അത് പറയുന്നത്. ദൈവവിളികളുടെ നിധി ശേഖരമാണ് കേരളം. അതായിരുന്നു നമ്മുടെ വലിയ ഒരു അനുഗ്രഹം. അതങ്ങനെ തുടരാൻ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കണമെന്നും മാർപ്പാപ്പ പറഞ്ഞു. നമ്മുടെ സഭയെ, സീറോ മലബാർ സഭയെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നടത്തിയ ഒരു സന്ദേശമാണ് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ വാക്കുകളിലെല്ലാം ഉണ്ട്. നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളുണ്ട്, നമ്മുടെ മഹത്തായ പാരമ്പര്യത്തെ പറ്റിയുണ്ട്, നമ്മുടെ അതിൻ്റെ ചരിത്രത്തെ പറ്റിയുണ്ട്, അനുഭവിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചുണ്ട്. എല്ലാം മനസ്സിലാക്കിയാണ് മാർപ്പാപ്പായുടെ സംസാരിക്കുന്നത്. ആദരണീയ മേജർ ആർച്ച് ബിഷപ്പ്, അങ്ങയുടെ സഹോദര നിർവിശേഷമായ സന്ദർശനത്തിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഞാൻ നിങ്ങളെ ആശീർവദിക്കുകയും പരിശുദ്ധ കന്യകാമറിയത്തിനും മാർ തോമാശ്ലീഹായ്ക്കും നിങ്ങളുടെ വിശുദ്ധർക്കും രക്തസാക്ഷികൾക്കും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു. ഒപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ആ കാര്യം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി എന്ന വാക്കുകളിലൂടെയാണ് മാർപ്പാപ്പ തൻ്റെ ഈ സന്ദേശം അവസാനിപ്പിക്കുന്നത്. നമുക്ക് മാർപ്പാപ്പയോട് അനുസരണയുള്ളവരാകാം. മാർപ്പാപ്പയെ, വിശ്വാസത്തെ, നമ്മോട് പറയുന്ന വാക്കുകൾ ഹൃദയപൂർവ്വം സ്വീകരിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സന്ദേശവുമായി കണ്ടുമുട്ടാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.